തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നേ ഉള്ളെങ്കിൽ പോലും അത് പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ, ഞങ്ങളുടെ ആദ്യഘട്ട ചർച്ചകൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ അവിടുത്തെ UDF കമ്മിറ്റികൾ നടത്തും. അത് നടത്തിക്കഴിഞ്ഞ് അവിടെ തന്നെ ധാരണയാക്കാനാണ് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പരമാവധി പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തീർക്കണം എന്നുള്ളതാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ തീരുമാനമാകാതെ വരുന്ന കാര്യങ്ങൾ ജില്ലാ തലത്തിൽ ചർച്ച ചെയ്യും. അതും വരാത്ത സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യുകയാണ് ഒരു കീഴ്വഴക്കം. ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതിനകം തന്നെ ഏതാണ്ട് പഞ്ചായത്ത് തലങ്ങളുടെ ചർച്ച ഏതാണ്ട് നല്ല ശതമാനം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ UDFിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്ത. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. പൊന്മുണ്ടത്ത് UDFിനകത്ത് മുൻകാലങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്തിലാണ്. ബാക്കി പഞ്ചായത്തൊക്കെ UDF ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചകളെ നടക്കുന്നുള്ളൂ. ഞങ്ങൾ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പൊന്മുണ്ടം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ CPM ആയിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും CPM ആയിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അവിടെ പ്രാദേശികമായിട്ട് ചർച്ച പൂർത്തീകരിച്ച് UDF ആയിട്ടില്ലെങ്കിൽ ഞങ്ങളത് ജില്ലാ തലത്തിൽ ചർച്ച ചെയ്ത് UDF ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. മറിച്ചുള്ള പ്രചരണമൊക്കെ തെറ്റാണ്. UDF ആയിട്ട് എല്ലായിടത്തും UDF ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അവിടെ മാത്രം. പൊന്മുണ്ടത്ത് ഞാൻ പറഞ്ഞത് പൊന്മുണ്ടത്തും UDFുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രാദേശിക ചർച്ചകളെ നടന്നിട്ടുള്ളൂ, ജില്ലാതല ചർച്ചകൾ നടന്നിട്ടില്ല. അപ്പോൾ ജില്ലാതല ചർച്ചകൾക്ക് ശേഷം അവിടെ ഫൈനലായിട്ട് പറയാൻ കഴിയും. ഒരു സാഹചര്യത്തിലും CPMുമായിട്ട് സഖ്യമുണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയേണ്ടതില്ല. 100% ഒരു കാരണവശാലും അത്തരത്തിൽ CPMുമായിട്ട് സഖ്യം കോൺഗ്രസിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. കാരണം ചർച്ചകളാവുന്നേ ഉള്ളൂ, ചർച്ച ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ അന്തരീക്ഷത്തിനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാം പൂർത്തിയാവട്ടെ, അപ്പോൾ നമുക്ക് മറുപടി പറയാം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന വെൽഫെയർ തൊട്ടുകൂടാത്തൊരു പാർട്ടിയാണ് എന്ന് CPMന് പറയാൻ കഴിയുമോ? CPMുമായി ബന്ധപ്പെട്ട് എത്ര കാലത്തെ ബന്ധമാണ് അവർക്കുള്ളത്? നിങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ, എല്ലാ പഞ്ചായത്തുകളും റിസൾട്ട് അറിയുന്നവർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അവർ ധാരണ ഉണ്ടായി? പഞ്ചായത്ത് ഭരണത്തിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനങ്ങൾ CPM വെൽഫെയറിന് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു ചർച്ച പോലും തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചർച്ച പൂർത്തീകരിക്കുന്ന മുമ്പ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. വരട്ടെ, കാര്യങ്ങൾ നോക്കി കാണാം. ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ചകൾ പൂർത്തീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ CPMും ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ കാലം വരെ വെൽഫെയറിനെ ഒരുമിച്ച് കൂടെ കൂട്ടി നടന്ന CPM ഇപ്പോൾ ഒരു CPM വെൽഫെയർ വിരുദ്ധത പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം ചോദിക്കുക വെൽഫെയർ ഉണ്ട്, രണ്ട് ഇപ്പോൾ നിയമസഭയുടെ തിരിച്ചടി വയ്ക്കുന്നു. ഇവിടെ തുടങ്ങിയെടുത്തുന്നുള്ള മുന്നോട്ട് പോട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ CPM ഒരു കാര്യം പറയാം, CPMൻ്റെ വെൽഫെയർ വിരുദ്ധത എന്ന് പറയുന്നത് കാപഢ്യമാണ്. വെൽഫെയർ പാർട്ടി ഒരു സ്റ്റാൻഡ് CPM വിരുദ്ധ സ്റ്റാൻഡ് എടുത്തപ്പോൾ അവർ അതിനെതിർക്കുന്നു. അവരെല്ലാ ശ്രമവും നടത്തി പരാജയപ്പെടുമ്പോഴാണ് അവരെതിർക്കുക. കഴിഞ്ഞ കാലം വരെ വെൽഫെയറിനെ കൂടെ കൂട്ടി നടന്നവരാണ്. മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും നമുക്കത് വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി CPMുമായിട്ടുള്ള വ്യക്തമായ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ CPM അവരെ എതിർക്കുന്നു. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്ക വളരെ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യം. വരട്ടെ, നമ്മൾ ചർച്ച കഴിയട്ടെ, ആരൊക്കെ സീറ്റ് എവിടെയൊക്കെ മത്സരിക്കുന്നു, അപ്പം നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞല്ലോ, PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അത് UDFിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. നാളെ എന്ത് എന്നുള്ളത് ഇപ്പോൾ പറയാനും കഴിയില്ല. അല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രകടമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡിസ്കഷനൊന്നും എവിടെയും ആരംഭിച്ചതായിട്ട് എനിക്കറിയില്ല. വരട്ടെ, അപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആർക്കും അധികാരമുണ്ടല്ലോ. പാർട്ടികളുള്ളവർക്കുണ്ട്,
പാർട്ടി ഇല്ലാത്ത ഇൻഡിവിജ്വലിന് നോമിനേഷൻ കൊടുക്കുക, അതും തമ്മിൽ ബന്ധമല്ല. UDF-ഉമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ കുട്ടികോശ് പറയുന്നത് അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും 2021 മുതൽ ഇതുവരെ 1000 കോടി രൂപ അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 1000 കോടി രൂപ എവിടെ നിന്നാണ് ഗവൺമെൻറ് ചെലവഴിച്ചത്? ബഡ്ജറ്റ് പ്രോഷൻ ഉണ്ടായിരുന്നു. പ്രമേയത്തിൽ പറയുന്ന 50 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, 60 കോടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പ്രമേയത്തിൽ പറയുന്നു 1000 കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. 1000 കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചത്? മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു 1000 കോടി ചെലവഴിച്ചു. ആരാണ് 1000 കോടി ചെലവഴിച്ചത്? സംസ്ഥാന ധനകാര്യ വകുപ്പാണോ? ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ പണം ചെലവഴിച്ചത്? ആർക്കാണ് ഈ 1000 കോടി രൂപ കൊടുത്തത്? യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട്, ആ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ഓൺ ഫണ്ട്, ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് ചെലവഴിക്കാനുള്ള ഉത്തരവുകൾ മാത്രമാണ്. കടലാസും ഒപ്പിടാനുള്ള പേനയുടെ മഷിക്കും അപ്പുറത്ത് ഒരു പണവും ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടില്ല. ഓണത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട്. ആ ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് പോലും സ്വന്തം പൈസ കണ്ടെത്തണം, ഓൺ ഫണ്ടിൽ നിന്ന് എടുക്കണം എന്നാണ് നിർദ്ദേശം. വീട് വയ്ക്കുന്ന കാര്യത്തിൽ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിക്കണം. അതുപോലെ ആശുപത്രികളുടെ കാര്യത്തിൽ ഓൺ ഫണ്ട് വിനിയോഗിക്കണം. കൂടുതൽ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് PHCയിൽ പോയി കഴിഞ്ഞാൽ, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയുള്ള മരുന്ന് കിട്ടും. ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡീഷണലായിട്ട് മരുന്ന് കൊടുക്കണം. ആരാ പണം കൊടുക്കുന്നത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണോ? അതും കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. മൊത്തം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അഡീഷണൽ ആയിട്ട് ഒരു പണം കൊടുത്തില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്ത് പോലും പ്രാദേശികമായി അവിടെ അതിദരിദ്രരെ ഒഴിവാക്കിക്കൊണ്ട് ദരിദ്രം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ UDF ഭരിക്കുന്ന സ്വാഭാവികമായിട്ട് 100% പഞ്ചായത്ത് LDF അല്ലല്ലോ. അപ്പം UDF ആ പഞ്ചായത്ത് പല പഞ്ചായത്തുകളും അത്ര പ്രഖ്യാപനം നേരത്തെ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്തുള്ള കാര്യം എന്താ പറഞ്ഞത്? പഞ്ചായത്തുകളോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ട് കൊടുക്കുമ്പോൾ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ഫണ്ട് എത്രയാണോ കൊടുക്കുക അത്ര പെർസെൻറ്റേജ് അത് ഇൻഫ്രാസ്ട്രക്ചറിന്, ഇത്ര പെർസെൻറ്റേജ് അഗ്രികൾച്ചർ പർപ്പസിന്, ഇത്ര പെർസെൻറ്റേജ് അത് നമുക്ക് വെൽഫെയറിന്. ഒരുപാട് വെൽഫെയർ സ്കീമുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇൻഡിവിജ്വൽ ആനുകൂല്യങ്ങൾക്ക്. അതിന് പകരം ഇവർ അഡീഷണൽ ഒന്ന് കൊടുത്തു. ഈ പണം നിങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് പ്ലാൻ ഫണ്ട് ഓൺ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഇതിന് വേണ്ടി കൂടി പണം ചെലവഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തിലായാലും പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കാനുള്ള ഫണ്ട് നിങ്ങൾ വിനിയോഗിച്ചോ എന്ന് പറഞ്ഞാൽ അവരത് വിനിയോഗിക്കും. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഫണ്ടൊന്നും ചെലവഴിക്കാതെ ഇതിന് യഥാർത്ഥത്തിൽ പണം ചെലവഴിച്ചത് ഇത് ആഘോഷമാക്കി മാറ്റുന്നതിനും പരസ്യം കൊടുക്കുന്നതിനും മോഹൻലാലിനെയും കമലഹാസനെയും മമ്മൂട്ടിയും കൊണ്ടുവരുന്നതിനൊക്കെയാണ് പണം ചെലവഴിച്ചത്. മറിച്ച് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തില്ല. എല്ലാ കൊല്ലം കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടും ഓൺ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവസാനം വരെ സെക്രട്ടറിമാരുടെ അവസാനം പറഞ്ഞെന്താ, പലരും മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കുന്നുണ്ട്. അതിദരിദ്രരായി കഴിഞ്ഞാൽ നിങ്ങൾ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് മുകളിലോട്ട് വന്നു എന്ന് പറയുന്ന ലെറ്റർ സെക്രട്ടറി എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം. അതും സെക്രട്ടറി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കണം. സെക്രട്ടറിമാരൊക്കെ PR വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നല്ലാതെ പലർക്കും ഈ ലെറ്റർ കിട്ടുമ്പോഴാണ് അവർ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ വന്നു എന്ന് അവർ വായിച്ച് മനസ്സിലാക്കുന്നു. അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തുകളുടെ കോൺട്രിബ്യൂഷനാണ്, പഞ്ചായത്ത് ഫണ്ടാണ്. ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഗവൺമെൻറ് പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം.